അപ്പം കാസർഗോഡിൻ്റെതായിട്ടുള്ളൊരു കൾച്ചറുണ്ട്. അവിടെ ഭാഷ ഡിഫറെൻ്റ് ആണ്, മലയാളം തന്നെ ഡിഫറെൻ്റ് ആണ്, അവിടുത്തെ ആർട്ട് ഫോംസ് ഡിഫറെൻ്റ് ആണ്, അവിടുത്തെ മ്യൂസിക് സെൻസ് ഡിഫറെൻ്റ് ആണ്. കാസർഗോഡ് നിന്ന് കണ്ണൂർ കഴിഞ്ഞ് കോഴിക്കോട് എത്തുമ്പോഴേക്ക് ഇത് അൾട്ടിമേറ്റ്ലി ഡിഫറെൻ്റ് ആയി. അങ്ങനെ ഇത് ട്രിവാൻഡ്രം എത്തുന്നവരെ ഇത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ശരിക്കും ഒരു മലയാളി എന്ന് പറയുന്നത് ഇതുപോലെ ഡിഫറെൻറ്റ് കൾച്ചറൽ മിക്സിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തിക്കുന്ന രീതിയും ഡിഫറെൻ്റാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഒരു മൾട്ടി പേഴ്സ്പെക്റ്റീവ് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പം ബേസിക്കലി ക്രിയേറ്റിവിറ്റിയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇമാജിനേഷനാണ്. അപ്പം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മളുടെ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഈസ് വെരി ഗ്ലോബൽ. നമുക്കൊരു ഗ്ലോബൽ ഗ്രാമർ ഉണ്ട് ഈ കൾച്ചറൽ മിക്സ് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം ഫോർ ദി സെയിം റീസൺ നമ്മൾ ഏത് ഫോം എടുത്തു കഴിഞ്ഞാലും, ഇപ്പം മ്യൂസിക് എടുത്തു കഴിഞ്ഞാലും സിനിമ എടുത്തു കഴിഞ്ഞാലും പിന്നെ വേറെ ഏത് ആർട്ട് ഫോംസ് എടുത്തു കഴിഞ്ഞാലൊക്കെ നമുക്കൊരു ആ ഗ്ലോബൽ ഗ്രാമർ അതിലുണ്ട്. ഇത് ഗ്ലോബലി എവിടെയും കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇതിനെ മോണിറ്റൈസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ എന്തുകൊണ്ട് കന്നഡയിൽ നിന്ന് 1,000 കോടി മൂവി വരുന്നു, അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഫോം ഗ്ലോബലി യാത്ര ചെയ്യുന്നു. പക്ഷെ നമ്മുടെ നിന്ന് അങ്ങനത്തെ പരിപാടികൾ സംഭവിക്കുന്നത് വെരി റയർ. കാരണം നമ്മൾ ഓർഗാനിക്കലി ഇത് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും.